തിരൂർ പോലീസിനെതിരെ ഗുരുതര ആരോപണം. നിരപരാധിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചെന്നാണ് ആരോപണം. കുറ്റിപ്പുറം സ്വദേശിയായ ഷെരീഫ് എന്ന ബസ് കണ്ടക്ടർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ഏതറ്റം വരെയും പോകുമെന്നും ബസ് തൊഴിലാളി യൂണിയൻ STU 15-ാം തീയതി സ്റ്റേഷനിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങൾ ഒരു പരാതി ഉണ്ട് റെയിൻബോയിലെ കണ്ടക്ടർ വില ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാനങ്ങനത്തെ പരാതിക്കാരനൊന്നല്ല പറഞ്ഞു. അങ്ങനെ അപ്പോൾ പിറ്റേ ദിവസം വിളിച്ച് 16-ാം തീയതി വിളിച്ച് പറഞ്ഞ് നിങ്ങൾ തന്നെയാണ് സംഭവം. അപ്പോൾ നിങ്ങളത് സ്ത്രീകളോടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ നടക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ പൈസ മേടിക്കാൻ വല്ല വേറൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞ് പെണ്ണുങ്ങളെ പിടിക്കുന്ന പണി എനിക്കൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാർ ഇത്രയും കാലം എന്നോട് വേറെ പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ പിടിച്ച് ഞാൻ CA ചെല്ലാൻ പറഞ്ഞ രണ്ട് കൈ പിടിച്ചുകൊണ്ട് മാറി പിടിച്ച് വലിക്കുകയും ചെയ്ത് അതിനോട് കൊണ്ട് CA പറഞ്ഞ് ഒരു പേര് ആശ നടപടി എടുക്കുന്നതിന് കൊണ്ട് കുറേ കൊണ്ട് ഇരുത്തി. അപ്പം എൻ്റെ എൻ്റെ ഫോണെല്ലാം വാങ്ങിച്ച് മുതലാളി ഫോൺ എടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ അവിടുത്തെ വാർഡർ കുറേ അനാവശ്യ വാർത്തകളൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു. ചെയ്തില്ല മറ്റു ചെയ്തില്ല ഒക്കെ ചെയ്ത് കുറേ ചീത്ത മോശമായ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്നോട്. ഇല്ല സാർ, സംഭവിച്ചില്ല. കഴിഞ്ഞ ആഴ്ചയാണ് തിരൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന റെയിൻബോ ബസ്സിലെ കണ്ടക്ടർ കുറ്റിപ്പുറം സ്വദേശി ഷെരീഫിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും തുടർന്ന് ആദ്യ ദിനം വിട്ടയക്കുകയും ചെയ്തു. വീണ്ടും പിറ്റേ ദിവസം വിളിപ്പിക്കുകയും അനാവശ്യ വാക്കുകൾ സംസാരിക്കുകയും മോശമായ രൂപത്തിൽ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്തെന്നാണ് ഷെരീഫ് പറയുന്നത്. വർഷങ്ങളായി ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഷെരീഫിനെതിരെ ഇന്നേ വരെ അത്തരത്തിൽ ഒരു പരാതിയും വന്നിട്ടില്ല എന്നും ബസ്സിനകത്ത് CCTV അടക്കം പരിശോധിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥരോട് ഷെരീഫ് പറഞ്ഞപ്പോഴും അതിനൊന്നും മുതിരാതെ ഷെരീഫിനെ കുറ്റക്കാരൻ എന്ന രൂപത്തിൽ പെരുമാറുകയാണ് ചെയ്തത്. ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലിക്കുകയും അനാവശ്യ വാക്കുകൾ ഉപയോഗിച്ചെന്നും ഷെരീഫ് പറയുന്നു. ഇത്തരം സംഭവങ്ങൾ വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ലെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും STU നേതാവ് റാഫി തിരൂർ പറഞ്ഞു. തിരൂരിലെ നമ്മുടെ STU ബസ് തൊഴിലാളി യൂണിയനിലെ പഴയകാല ഒരു അംഗത്തിന് ഷെരീഫിന് ഒരു അതിദാരുണമായ ഒരു സംഭവമാണ് തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. നിരപരാധിയായ ഒരു ബസ് തൊഴിലാളിയെ എന്തിൻ്റെയൊക്കെയോ കാരണം പറഞ്ഞ് വ്യക്തമായിട്ടൊരു പരാതിക്കാരോ ഇല്ലാതെ ഏതോ ഒരു തിരു സ്റ്റേഷനിലെ ഏതോ 1-2 പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ സ്വന്തം താല്പര്യപ്രകാരമാണോ അതല്ലെങ്കിൽ മറ്റുള്ള വല്ല സമ്മർദ്ദപ്രകാരമാണോ എന്നറിയില്ല, തികച്ചും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് STU ബസ് തൊഴിലാളി യൂണിയൻ തിരൂരിൽ സ്വീകരിക്കും. ഇതിനെതിരെ ആഭ്യന്തര മന്ത്രിക്കടക്കം മേലുദ്യോഗസ്ഥന്മാരടക്കം പരാതി നൽകുകയാണ്. ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ ആര് തന്നെയാണെങ്കിലും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ബസ് തൊഴിലാളി യൂണിയൻ STUവിൻ്റെ പരാതി നിലപാട്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും ഒരു നിരപരാധിയായ ഒരാളെ കാരണമില്ലാതെ പിടിച്ചു വെച്ച് കാരണമില്ലാത്ത അനാവശ്യ വാക്കുകൾ പറയുകയും അടിക്കാൻ മുതിരുകയും കോളർ പിടിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പോലീസ് രാജ് അല്ല എന്ന് ഓർപ്പിക്കുകയാണ്. അതിനെതിരെ ഏത് അറ്റം വരെ പോകുവാനും ബസ് തൊഴിലാളി യൂണിയൻ STU തയ്യാറാകും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ന്യൂസ് 99 തിരൂർ. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.